വിച്ച് ബ്രിങ്സ് മീ ടു യു. ഒരു റോം കോം സിനിമയാണ്. ഒരുപാട് വലിയ പ്രതീക്ഷയൊന്നും വെച്ച് പോയി കാണേണ്ട ഒരു സിനിമയൊന്നുമല്ല. നിങ്ങൾക്ക് വളരെ ബോറടിച്ചിരിക്കുന്ന സമയത്ത് ഒരു സിനിമ കണ്ടേക്കാം എന്നുള്ള രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് വൺ ടൈം വാച്ചബിൾ സിനിമയാണ്. ഈ ഒരു സിനിമ യൂഷ്വൽ സിനിമകളിൽ നിന്നും നായകൻ്റെ പാസ്റ്റ് സ്റ്റോറീസാണ് പറയുന്നത്. അതായത് നായകനും നായികയ്ക്കും ഉള്ള സീൻസിനേക്കാൾ കൂടുതൽ നായികയുടെ പാസ്റ്റ് ലവ് സ്റ്റോറീസാണ് പറയുന്നത്. വില്ലും ജെയിനും ഇവരുടെ കഥയാണ്. ഇവർ ഒരു കല്യാണത്തിന് വെച്ചിട്ട് കണ്ടുമുട്ടുന്നു. അവിടെ വെച്ച് ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു അട്രാക്ഷനിൽ ഒരു ജസ്റ്റ് കാഷ്വൽ സെക്സ് എന്നുള്ള രീതിയിൽ പോകുന്ന സമയത്ത് പക്ഷേ അതിൽ നിന്ന് കുറച്ചും കൂടെ മാറിയിട്ട് ഇവർ ഓപ്പൺ അപ്പ് ആവുകയാണ്. അതായത് വില്ലിൻ്റെ കഥകൾ പറയുന്നു. വില്ലിൻ്റെ പാസ്റ്റിലെ എല്ലാ ലവ് സ്റ്റോറീസും പറയുന്നു. ജെയിൻ്റെ ലൈഫിലെ എല്ലാ പാസ്റ്റിലെ ലവ് സ്റ്റോറീസും പറഞ്ഞു. എങ്ങനെ ബ്രേക്കപ്പായി, എന്തുകൊണ്ട് ബ്രേക്കപ്പായി, എങ്ങനെയാണ് ഇങ്ങനെ ഒരു ലൈഫായത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതായത് ഹൈസ്കൂൾ ജീവിതം മുതൽ ഇന്നീ ദിവസം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. പക്ഷേ ഇവർക്കിടയിൽ എന്നാലും ചെറിയ ഒരു രഹസ്യങ്ങളൊക്കെ ഇവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പോകുന്നു. അങ്ങനെ ഇവർക്കിടയിൽ ഒരു കെമിസ്ട്രി ഉണ്ടാകുന്നു. ആ ഒരു കെമിസ്ട്രി കീപ്പ് ചെയ്ത് പോകുന്നു. ഇത് കൂടുതലായിട്ടും ഇവരുടെ കഥ പറയുന്നു. ഇതിനിടയ്ക്ക് ഇപ്പോൾ ആരുടെ കഥയാണെന്നോ പറയുന്നത്. ഇപ്പോൾ വില്ല് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നിടയ്ക്ക് ജെയിൻ വന്നത് ഇൻട്രാക്ട് ചെയ്യും. ഓക്കെ, അതങ്ങനെയാണ് സംഭവിച്ചത്, അങ്ങനെയാണ് ബ്രേക്കപ്പ് ആയത് എന്നൊക്കെ പറഞ്ഞു പോകുന്നു. അങ്ങനെ പോകുന്നൊരു സിനിമ ചില സമയത്ത് എനിക്ക് നല്ല രീതിയിൽ ബോറടിച്ചു എന്നുള്ളൊരു സത്യമാണ്. കാരണം വെറൈറ്റി കൺസെപ്റ്റൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ എന്തോ എവിടെയോ ഒരു പോരായ്മ ഉള്ള ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു. കാരണം നമ്മൾ യൂഷ്വലി കാണുന്ന റോം കോം സിനിമകൾ ഇപ്പം നായകനും നായികയും തമ്മിലുള്ള സീനുകൾ വരുന്നു, കെമിസ്ട്രി വരുന്നു, അവർ തമ്മിലുള്ള ഇൻറ്റിമസി വരുന്നു. ഇവിടെ അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. ഇവർക്കിടയിലുള്ള ഒരു ഇൻറ്റിമസിയൊക്കെ വളരെ കുറവാണ്. അതിനുശേഷം ഇവർ ഈ ഒരു കഥകൾ പറയുന്നതിനിടയ്ക്ക് പക്ഷേ ഇവരൊന്ന് ചെറിയ ഡേറ്റ് ചെയ്യാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു സമയമാകുമ്പം ഇവർ തമ്മിലൊരു ചെറിയ സീനൊക്കെ വരുന്നു, ഒരു ചെറിയ ഇൻറ്റിമേറ്റ് സീനൊക്കെ വരുന്നു. അതിനുശേഷമാണ് വില്ലിൻ്റെ ഒരു വലിയ രഹസ്യം ജെയിൻ അറിയുന്നു. വില്ല് ഇതുവരെ ഇത്രയും ഓപ്പണായിട്ടും പറയാതിരുന്ന ഒരു രഹസ്യം അറിയുന്നു. അപ്പം ജെയിൻ പറയുന്നു, ഇത് നീ എല്ലാവരെയും പോലെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് ജെയിൻ പോകുന്നു. അങ്ങനെ വില്ല് മൊത്തത്തിൽ ഡെസ്പായിട്ട്, അതായത് മൊത്തത്തിൽ ഇവർക്ക് തമ്മിൽ നല്ല ഇഷ്ടമായിരുന്നു. പക്ഷേ ഇങ്ങനെ ചില കാരണങ്ങൾ കാരണം മൊത്തത്തിൽ ഇത് സ്പോയിലായി പോയി എന്നൊരവസരം വരുന്നു. അങ്ങനെ വില്ല് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ജെയിൻ പക്ഷേ കുറച്ച് കഴിയുന്ന സമയത്ത് വില്ലിനെ മിസ് ചെയ്യുന്നു. അങ്ങനെ ഇവർ തമ്മിൽ കാണണമല്ലോ, പിന്നെ തിരിച്ച് കണ്ടുമുട്ടേണ്ട ഒരു അവസരമാണ്. അപ്പം ഇവർക്ക് രണ്ടുപേർക്കും അറിയാവുന്ന ഒരു സീക്രട്ട് സ്പോട്ടുണ്ട്. അവിടെ വെച്ച് ക്ലൈമാക്സ് ഇവർ കണ്ടുമുട്ടുന്നു. ഒരു ഹാപ്പി എൻഡിങ് എന്നുള്ള രീതിയിൽ നിർത്തുന്നൊരു സിനിമ. അപ്പം ഈ ഒരു സിനിമ ഞാൻ ട്രെയിലറൊന്നും കണ്ടിട്ടല്ല പോയത്. വെറുതെ ഇരുന്ന സമയത്തൊരു ഒരു റൊമാൻറ്റിക് കോമഡി സിനിമ വരുന്നു. അപ്പം ഫീൽ ഗുഡ് സിനിമയായിരിക്കും എന്നെനിക്കൊരു പ്രതീക്ഷ വന്നു. അപ്പം ഇത് കണ്ടേക്കാം എന്നുള്ള രീതിയിൽ ഈ ഒരു നായികയുടെ ഇതിനു മുമ്പ് ഞാൻ കുറേ സിനിമകൾ കണ്ടിട്ടുണ്ട്. എല്ലാം ഈ ഒരു ജോണറിൽ പോകുന്ന സിനിമയാണ്. ഇങ്ങനെ നമ്മളിപ്പോൾ എന്താണ് പറയുക, ഇപ്പം മലയാളത്തിൽ ഇപ്പം ധ്യാൻ ശ്രീനിവാസൻ്റെ സിനിമകളുണ്ടല്ലോ, അതേപോലെയാണ് ഈ ഒരു സിനിമകളും. ഇപ്പം വേണോ വേണ്ടയോ എന്നുള്ള രീതിയിലെടുത്ത സിനിമകൾ വളരെ ബ്രൈറ്റബിളായിട്ടുള്ള സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ചില സിനിമ വളരെ നല്ലതായിരിക്കും. ഇപ്പം എല്ലാ ഇയറിലും മാങ്ങ വീഴണമെന്നില്ലല്ലോ, ആ ഒരു അവസ്ഥയാണിത്. അപ്പം ഈ ഒരു സിനിമ ഒരു ആവറേജ് എന്ന് ബുദ്ധിമുട്ടി വേണമെങ്കിൽ പറയാം. അല്ലാതെ ഒരു ഗംഭീര സിനിമ കണ്ട ഫീലൊന്നുമില്ല. ഒരു ആവറേജ് സിനിമ കണ്ട കുഴപ്പമില്ലാത്തൊരു സിനിമ കണ്ടു. വെറുതെ ഇരുന്നപ്പോൾ വേറെ ഒന്നും കാണാനില്ലാത്തതൊരു സിനിമ കണ്ടു എന്നൊരു ഫീല് തരുന്നൊരു സിനിമയാണ്.